KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയെന്ന UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപനത്തിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ. തീരുമാനത്തിലൂടെ സ്വകാര്യ ബസ് മേഖലയിലെ ജീവനക്കാർ വഴിയാധാരമാകുമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി T. ഗോപിനാഥൻ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി അത്തരം വാഗ്ദാനങ്ങളൊക്കെ നൽകുമെങ്കിലും അത് നമ്മുടെ നാട്ടിലെ നിലവിൽ ബസ് വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ എത്തരത്തിൽ ബാധിക്കുമെന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ച നടത്താതെ ഗവൺമെൻറ് ഏകപക്ഷീയമായി വനിതകൾക്ക് സൗജന്യം ഏർപ്പെടുത്താനുള്ള നടപടി നമ്മുടെ നാട്ടിലെ പൊതുഗതാഗത സംവിധാനം തകർന്ന് തരിപ്പണമാവാനുള്ളൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളെത്തുക. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ UDF സർക്കാർ ആദ്യം നടപ്പാക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ് KSRTCയിൽ സൗജന്യ യാത്ര വനിതകൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വനിതകൾക്ക് സൗജന്യ യാത്ര നൽകുമ്പോൾ ഈ പൊതുഗതാഗത സംവിധാനം അപ്പാടെ തകരുമെന്നാണ് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ഭാരവാഹികൾ പറയുന്നത്. അത്തരത്തിൽ ഈ സൗജന്യ യാത്ര നൽകിയാൽ സ്വകാര്യ ബസ് മേഖല പൂർണ്ണമായും നിർത്തലാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്, അതായത് ഈ വ്യവസായം തകരുമെന്നാണ് ഭാരവാഹികൾ പറയുന്നത്. കാരണം കൂടുതലായിട്ട് ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും യാത്ര ചെയ്യുകയാണെങ്കിൽ ഭാര്യ KSRTCയിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഭർത്താവും KSRTCയിൽ തന്നെയായിരിക്കും കയറുക. അപ്പോൾ ഭാര്യയ്ക്ക് സൗജന്യം കിട്ടും, ഭർത്താവും അതേ ബസ്സിൽ യാത്ര ചെയ്യും. അത്തരത്തിൽ പൂർണ്ണമായും ആളുകൾ KSRTCയെ ആശ്രയിക്കുന്ന തരത്തിലേക്ക് പോകും. അപ്പോൾ ഈ കാരണം കൊണ്ട് സ്വകാര്യ ബസ് മേഖല അപ്പാടെ തകരുന്ന ആ വ്യവസായം തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ സർക്കാർ ഏകപക്ഷീയമായാണ് ഈ ആലോചന അല്ലെങ്കിൽ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. സ്വകാര്യ ബസ് മേഖല അല്ലെങ്കിൽ ബസ് ഉടമകളുമായിട്ടൊന്നും യാതൊരുവിധ ചർച്ചയും നടത്തിയിട്ടില്ല. മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനോട് സ്വകാര്യ ബസ് മേഖല സർവീസിലെ നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു, ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ അന്നൊക്കെ ഇത് നടപ്പിലാക്കാം അല്ലെങ്കിൽ അത് പരിശോധിക്കാമെന്ന് VD സതീശൻ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇത്തരത്തിൽ യാതൊരു കൂടിയാലോചനകൾ ഇല്ലാതെയാണ് ഈ സ്വകാര്യ ബസ് മേഖലയുമായി പ്രവർത്തിക്കുന്ന ബസ് ഉടമകൾ അല്ലെങ്കിൽ അവരുടെ ജീവനക്കാരുമായി ഒന്നും യാതൊരു വിധത്തിൽ ചർച്ച നടത്താതെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് UDF സർക്കാർ പോയത്. അത്തരത്തിൽ ഇനി എന്തായാലും, അതായത് സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും. അത്തരത്തിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ പടിപ്പടിയായി ഈ സ്വകാര്യ മേഖല, ബസ് സർവീസ് മേഖല ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക്, ബസ്സുകൾ നിർത്തിയിടേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയിലേക്ക് അവർ പോകുമെന്നാണ് ഈ ബസ് ഉടമകളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നവരും നമ്മളോട് പ്രതികരിച്ചത്.